ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് നമ്മുടെ മനുഷ്യർക്ക് ഹ്യൂമൻ ബീയിങ്സിന് ഉള്ള ഇൻ്റലിജൻസ്. നമുക്ക് പലതരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യും, അല്ലേ? ലോജിക്കൽ തിങ്കിങ്. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്താണ് ഓരോ കാര്യങ്ങൾ, ചില കുട്ടികൾ പഠിക്കാൻ വളരെ മിടുക്കരായിരിക്കും, അവർ എക്സാമിന് പെട്ടെന്ന് സ്കോർ ചെയ്യും. ചിലർക്ക് പഠിക്കാനായിരിക്കില്ല ബുദ്ധി, ചിലർക്ക് എന്താണ് അവരുടെ സോഷ്യൽ സ്കിൽ, മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും സോഷ്യലി വളരെ ആക്റ്റീവ്, അത് വേറൊരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. ഇനി വേറെ ചില കുട്ടികളാണെങ്കിൽ എന്താണ് പെട്ടെന്ന് ഭാഷകൾ ചിലർക്ക് ചില കുട്ടികൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും, അവർക്ക് എന്താണ് 8ഉം 9ഉം ഭാഷകളെ ലാംഗ്വേജസ് സംസാരിക്കാൻ അറിയാവുന്നുള്ള കുട്ടികളെ പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ഒരു 3 വർഷം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 3 വയസ്സിൽ തന്നെ നമ്മുടെ ബ്രെയിൻ ഏകദേശം ഒരു 1500 ഗ്രാംസ് 1500 ഗ്രാംസ്, 1 കിലോയ്ക്ക് മുകളിൽ വെയിറ്റാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. അത് നമ്മുടെ ഒരു കുട്ടി 3 വയസ്സാകുമ്പോൾ തന്നെ ആ ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1300 ഗ്രാമോളമായി കാണും. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 90% ഗ്രോത്തും കംപ്ലീറ്റ് ചെയ്യുന്നത് 3 വയസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്യും. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 8-9 വയസ്സിനകം തന്നെ, ഒരു 10 വയസ്സിനകം ഒരു കുട്ടിയുടെ കുറേ ക്യാരക്ടേഴ്സ് എല്ലാം ഫോം ചെയ്ത് കാണും. ഓക്കെ, ഫൈൻ. നമ്മളപ്പോൾ ഈ ഒരു 3 വയസ്സിനകം അല്ലെങ്കിൽ 4 വയസ്സിനകം കുട്ടി എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കും, എന്നിട്ട് അതിൻ്റെ മെമ്മറിയിൽ വയ്ക്കും, എന്നിട്ട് അത് അനലൈസ് ചെയ്യും, എന്നിട്ടത് വീണ്ടും അത് വേറൊരു ഔട്ട്പുട്ട് തരും. ഒരു ഉദാഹരണത്തിനായി ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ആ കുട്ടി എന്താണ് നമ്മുടെ കേരളത്തിലാണ് ജനിക്കുന്ന, എവിടെയെങ്കിലും കേരളത്തിൽ ജനിച്ചാൽ അതെന്ത് ചെയ്യും? മലയാളം ഭാഷ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ മലയാളം അതിങ്ങനെ അതിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് പിന്നെ എന്ത് ചെയ്യും? അത് വീണ്ടും ആ ഭാഷ തിരിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ്. അത് പഠിക്കണം, അല്ലേ? ഈ ഭാഷ കേട്ട് അത് പഠിക്കണം. അത് ഭാഷയെന്ന് പറയുന്ന ആ ഇൻപുട്ട് ഭാഷ കേട്ടിട്ട് അത് പഠിച്ചുകൊണ്ടേയിരിക്കും, എന്നിട്ട് അത് വീണ്ടും തിരികെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്ന ഒരു റോബോട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു റോബോട്ട്, നമുക്ക് അതിൻ്റെ ഏറ്റവും സിംപ്ലിസ്റ്റിക്, നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ് ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ ഉദാഹരണത്തിന് അതിനെ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഈ ലാംഗ്വേജ് ആ മോഡലിലേക്ക് ഫീഡ് ചെയ്യും, എന്നിട്ട് അത് ലേൺ ചെയ്തതിന് ശേഷം ആ ലാംഗ്വേജ് ആ മെഷീൻ ലേണിംഗ് മോഡൽ സംസാരിക്കുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ 2 തരം ഡേറ്റകൾ നമ്മൾ യൂസ് ചെയ്യും. ഏതൊരു മെഷീൻ ലേണിംഗ് മോഡലിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ഡേറ്റ എന്ന് പറയും. ടെസ്റ്റ് ഡേറ്റ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞ കണക്ക് ഭാഷ പഠിക്കാനാണെങ്കിൽ മലയാളം ആ ഒരു ലാംഗ്വേജിൻ്റെ ഡേറ്റ, നമ്മളിപ്പോൾ മലയാളം ഇന്നതെന്ന് എഴുതിയ അല്ലെങ്കിൽ ഇന്നതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ഇതാണ് എന്നുള്ള രീതിയിൽ ആ ഡേറ്റ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി എന്താണ് അതിന് നമ്മൾ ട്രെയിനിങ് ഡേറ്റ എന്നാണ് പറയുന്നത്. ഇതിന് ഈ മെഷീൻ ലേണിംഗ് ഇപ്പോൾ നമ്മൾ ആ കുട്ടിയെ ആദ്യം ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതിങ്ങനെ ഈ മലയാളം കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്, ട്രെയിനിങ് ഡേറ്റ. അപ്പോൾ ട്രെയിൻ ചെയ്യാനായിട്ട് ഇതിനെ മലയാളം ഇങ്ങനെ ഫീഡ് ചെയ്ത് ആ മോഡലിലേക്ക് ഫീഡ് ചെയ്ത് അത് ആ ഭാഷ പഠിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ടെസ്റ്റ് ചെയ്യും. നമ്മൾ മലയാളത്തിൽ തന്നെ അതിനോട് ചോദിക്കും, നിൻ്റെ പേരെന്താണ്, നീ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുന്നു, കേരളം എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ എന്താണ്. അപ്പോൾ ഇതെല്ലാം അതിന് ആൻസർ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളെന്താ അത് ട്രെയിൻ ചെയ്തത് ഓൾമോസ്റ്റ് ഇപ്പോൾ മിക്കപ്പോഴും 90% അല്ലെങ്കിൽ 95% ആക്യുറസിയൊക്കെ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് കിട്ടുകയാണെങ്കിൽ അത് പ്രോപ്പർലി ട്രെയിൻഡ് ആയെന്ന് പറയും. നമ്മൾ കോൺസ്റ്റൻ്റ്ലി അതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊരു മെഷീൻ ലേണിംഗ് മോഡലിനും നമ്മൾ ഏതൊരു കാര്യം പഠിക്കുന്നതിനും ട്രെയിനിങ് ഡേറ്റയും ഉണ്ട്, ടെസ്റ്റിംഗ് ഡേറ്റയും ഉണ്ട്. ആദ്യം അതിനെ ട്രെയിൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ഡേറ്റ അതിൽ ഫീഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി നമ്മൾ നോക്കുന്നു. ഇതാണ് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ നാച്ചുറലായിട്ടൊരു
ഒരു കാര്യം ലേൺ ചെയ്യുന്നതിനെ എന്ത് ചെയ്യുന്നു, ഒരു മെഷീൻ ലേണിംഗ് മോഡലിൽ നമ്മൾ ആർട്ടിഫിഷ്യലി അതിനെ എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് ഡേറ്റ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഏതൊരു ഡിവൈസിലും നമുക്ക് എന്താണ് ഇങ്ങനെ ഏതൊരു ഡിവൈസിലും എന്നല്ല, ഇങ്ങനെ മെഷീൻ ലേണിംഗ് മോഡൽസിൽ നമുക്ക് ഏതൊരു കാര്യവും ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്ത് നമുക്കിത് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരിക്കും? ഇങ്ങനെയാണെങ്കിൽ എല്ലാം ഈ മെഷീൻസ് ചെയ്യുമല്ലോ, നമുക്ക് പിന്നെ മനുഷ്യർക്കൊന്നും ചെയ്യാനില്ലേ? ഇപ്പം മനുഷ്യൻ ലേൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മെഷീൻസ് ലേൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ മനുഷ്യർക്ക് ഒരു ജോലിയും ഇല്ലാതാകുമോ? എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? പലരും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറ്. ഈ മെഷീൻസ് എല്ലാം എന്ത് ചെയ്യും, അവർ മനുഷ്യരെയും കൺട്രോൾ ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് പോകും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ഒരു വളരെ പ്രിമിറ്റീവ് സ്റ്റേറ്റിൽ അതിൻ്റെ തുടക്കത്തിൽ മാത്രമാണ്. ഇനിയിപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെല്ലാം ചേഞ്ചസ് വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്താണ് ചിന്തിച്ചിരുന്നത്, മനുഷ്യൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 1000 years ബാക്ക് അല്ലെങ്കിൽ ഒരു 2000 years ബാക്ക് നമ്മൾ ചിന്തിച്ച് മനുഷ്യൻ്റെ ഒരു പവർ അല്ലെങ്കിൽ അവൻ്റെ ശക്തി, അവൻ്റെ ഫിസിക്കൽ പവറിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, അവൻ്റെ മസ്കുലാർ പവർ അല്ലെങ്കിൽ ഫിസിക്കലി അവൻ എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ടോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. അത് വെച്ചാണ് കൂടുതൽ ശക്തിയുള്ളവന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം അന്ന് നമ്മൾ എപ്പോഴും പല പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ പല പല പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ, ചിലപ്പോൾ പുറത്തുനിന്നുള്ള വൈൽഡ് അനിമൽസ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്, ഇങ്ങനെ പല പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എപ്പോഴും നമ്മുടെ ഫിസിക്കൽ പവർ വളരെ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശക്തി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത്. അതിന് കുറേ കഴിഞ്ഞ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് വന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കാർസ്, ഇങ്ങനെയുള്ള നമ്മളതിനെ പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമുക്ക് വന്നു. അത് കഴിഞ്ഞാണ് ഇലക്ട്രോണിക് റെവല്യൂഷൻ വന്നു. പിന്നെ നമ്മളിപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആ ഒരു ഈറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലൂടെ നമ്മൾ ആദ്യം നമ്മളിതെല്ലാം വരുന്നതിന് മുമ്പ് ഒരു 2000-3000 years ബാക്ക്, ഈവൻ ഒരു 500 years ബാക്ക് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിനായിരുന്നു ഇമ്പോർട്ടൻസ്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷനും പിന്നെ ഇലക്ട്രോണിക് റെവല്യൂഷൻ അതെല്ലാം വന്നപ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ മെമ്മറി, നമ്മൾ പറയും ഇന്ന കുട്ടി നല്ലവണ്ണം പഠിക്കും, അവന് എക്സാമിന് അവന് 95% കിട്ടി അല്ലെങ്കിൽ 98% കിട്ടി. എന്താണ് അതിൻ്റെ മീനിങ്? അയാൾക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചിട്ട് മെമ്മറിയിലിട്ട് സൂക്ഷിക്കാനുള്ള, അവിടെ മെമ്മറിക്കാണ് ആദ്യം നമ്മൾ എന്തായിരുന്നു വന്ന ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലേ? ഏറ്റവും ആദ്യത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഫിസിക്കൽ സ്ട്രെങ്തിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ, കഴിഞ്ഞ ഒരു സെഞ്ചുറിയിൽ, കഴിഞ്ഞ ഒരു 100-150 വർഷമായിട്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ മെമ്മറിക്കാണ്. ഇപ്പോൾ ഈ നമ്മൾ കുറേ വർഷങ്ങളായി നമ്മളൊരു കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അവൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുകയും പിന്നെ അത് എക്സാമിന് പറയാൻ കഴിയുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ ഉള്ളവരെ നമ്മൾ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അവരുടെ ഇൻ്റലിജൻസ് വളരെ കൂടുതലാണെന്ന് നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു പോവുകയാണ്. അപ്പം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ പറഞ്ഞു, അവിടെ നമുക്ക് ട്രെയിനിങ് ഡേറ്റ കൊടുക്കുക, പിന്നെ നമുക്കതിനെ ടെസ്റ്റ് ഡേറ്റ വെച്ച് നമുക്ക് അതിൻ്റെ കഴിവ്, നമുക്ക് ഓരോ മെഷീൻ ലേണിംഗ് മോഡൽസിനെയും ഓരോ റോബോട്ട്സിനെയും നമുക്ക് ട്രെയിൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു മെമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ മെഷീൻ ലേണിംഗ് മോഡൽസിന് അല്ലെങ്കിൽ ഈ റോബോട്ട്സിന് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ മെമ്മറി വെച്ച് നമ്മളിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏതൊരു കാര്യവും ഇന്ന് നമുക്ക് മെമ്മറി എന്ന് പറയുന്ന, ഇപ്പം നമ്മുടെ ഫോണിന് തന്നെ നമ്മളെക്കാളും കൂടുതൽ മെമ്മറി ഉണ്ട്. പലതും മെമ്മറൈസ് ചെയ്യാൻ നമ്മളെക്കാളും കൂടുതൽ കഴിയുന്ന ഫോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ട്രെങ്ത്, അത് കഴിഞ്ഞ് നമ്മൾ മനുഷ്യൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്, അതിന് പകരം പല പല മെക്കാനിക്കൽ ഡിവൈസസ് വന്നു. പണ്ട് നമുക്കൊരു വലിയൊരു കല്ല് അല്ലെങ്കിൽ ഒരു തടി എടുത്ത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് ആൾക്കാർ, ശക്തിയുള്ളവർ ഒരുമിച്ച് അത് ചെയ്യുമായിരുന്നു. ഇന്ന് പല പല ഡിവൈസ്, ക്രെയിൻസ്, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്കിതെല്ലാം എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്തിനെ മെക്കാനിക്കൽ ഡിവൈസസ് റീപ്ലേസ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ മെമ്മറിയെ എന്ത് ചെയ്യുകയാണ്, ഇതുപോലുള്ള റോബോട്ട്സുകളും ഈ മെഷീൻ ലേണിംഗ് മോഡൽസും റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക്
എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? മനുഷ്യർക്ക് ഈ മെമ്മറി അല്ലാതെ നമുക്ക്, അപ്പോൾ ഞാൻ നമ്മുടെ ഇൻ്റലിജൻസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു. ലോജിക്കലായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും, നമുക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റും, നമുക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റും, പിന്നെ എന്താണ് നമുക്ക് പല പല ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് ചില കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു, അവർ ഭയങ്കര സോഷ്യൽ സ്കിൽസ് ഉള്ളവരാണ്, എല്ലാ ആൾക്കാരുമായിട്ടും അതെല്ലാം ഇൻ്റലിജൻസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മെമ്മറി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും റോബോട്ട്സിന് ചെയ്യാൻ പറ്റുമെങ്കിൽ, അപ്പോൾ മനുഷ്യന് റോബോട്ട്സിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതല്ല, റോബോട്ട്സിനാണ് മെമ്മറി ഇതൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സിനാണെങ്കിൽ റോബോട്ട്സിന് നമ്മളെ മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുമോ? ഇതാണ് നമ്മളെപ്പോഴും ഇന്നിപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തായിരിക്കും നമ്മളിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ പ്രിമിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ്. ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? അതൊരു വലിയ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്ത് പഠിക്കുകയാണ്. മാത്ത് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തനിച്ച് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നും. ശരിയാണ്, ഇത് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മോട്ടിവേഷൻ ഉണ്ടാകും. മനസ്സിലായില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് വീണ്ടും ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു റോബോട്ട് ഏത് ടാസ്ക് കംപ്ലീറ്റ് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച്, അവനെ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് അവൻ ചെയ്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അവനൊരിക്കലും ഒരു ഹാപ്പിനെസ് ഉണ്ടാകില്ല. അതായത് നിങ്ങളുടെ ഇമോഷൻസ് ഒരിക്കലും റോബോട്ട്സിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ നിങ്ങൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും, നിങ്ങൾ കൂടുതൽ ഇൻസ്പയർഡ് ആവും, നിങ്ങളുടനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫ് നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യാറുണ്ട് പലപ്പോഴും, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെൽസൺ മണ്ടേല, ആ പുള്ളി 27 ഇയേഴ്സ് പ്രിസണിൽ കിടന്നിട്ട് പോലും ഒരിക്കലും ഗിവ് അപ്പ് ചെയ്തില്ല. സൗത്ത് ആഫ്രിക്കയുടെ ഫ്രീഡം അയാൾ നേടിയെടുക്കുക തന്നെ ചെയ്തു. അതൊരിക്കലും ഒരു റോബോട്ട് ഒരിക്കലും അതിൽ ഇൻസ്പയർഡ് ആവില്ല. വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഈവൻ വേറൊരു റോബോട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് വേറൊരു റോബോട്ട് ഇൻസ്പയർഡ് ആവാറില്ല. അപ്പം നമുക്കുള്ള ഈ ഇമോഷൻസ്, ഇങ്ങനെയുള്ള ഇൻസ്പിറേഷൻസ്, മോട്ടിവേഷൻസ്, അതിനുമപ്പുറം നിങ്ങൾക്കുള്ള ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ അത് വളരെ മിനിമലായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മുടെ എക്സാമിന് മാർക്ക് വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, നമ്മൾ അടുത്ത ടാസ്ക്, നമ്മളൊരു ഗോൾ ഓറിയൻറ്റഡ് ലൈഫാണ് ഇപ്പോഴും അപ്പോൾ നമ്മുടെ ഈ ഇൻഡ്യൂഷനെല്ലാം മിനിമലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാലും ഒരുപാട് പേര് ഇൻഡ്യൂഷൻസ് അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതെല്ലാവരിലുമുണ്ട്. അതൊക്കെ നമ്മൾ വീണ്ടും പുറത്തു കൊണ്ട് വരേണ്ടി വരും. അങ്ങനെയുള്ള നമ്മുടെ ഹ്യൂമൻ ട്രെയ്റ്റ്സ്, ഇമോഷൻസ്, ഇൻസ്പിറേഷൻ, എങ്ങനെ നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് പാർട്ടാണ് അതെല്ലാം കെമിസ്ട്രി, അല്ലെങ്കിൽ അതെല്ലാം കെമിക്കൽസ്, നമ്മളതിൻ്റെ ഇൻഡെപ്ത് നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാം കെമിസ്ട്രി ബേസ്ഡാണ്. ഓരോ ഇമോഷൻസിനും പിന്നിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഉണ്ടാകുന്നത്. എല്ലാം കെമിക്കലി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഓരോ ഇമോഷൻസിന് പിന്നിലും ഓരോ കെമിക്കലുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കിങ്ങനെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് അതിനെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു കഴിയാമെങ്കിലും യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. ഈവൻ സയൻസിന് നമുക്കതിനെ പൂർണ്ണമായി നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്, നിങ്ങളെപ്പോഴും കേട്ടിട്ടുണ്ടാകാതിരിക്കാം, കോൺഷ്യസ്നെസ്, അവെയർനെസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാനത് വിട്ടുപോയി. റോബോട്ട്സിന് ഇല്ലാത്ത ഞാൻ ഇമോഷൻസിനെ പറ്റി പറഞ്ഞു, ഇൻസ്പിറേഷനെ പറ്റി പറഞ്ഞു, മോട്ടിവേഷനെ പറ്റി പറഞ്ഞു. ഏറ്റവും അവസാനമായി ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഒരിക്കലും ഒരു റോബോട്ടിന് അവെയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്. എന്താണ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ഇരുന്ന് നിങ്ങളോടിത് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇത് ചിലപ്പോൾ പലരും കാണാം, അവരിത് മനസ്സിലാക്കാം എന്ന് നമ്മളിങ്ങനെ ആ ഒരു അവെയർനെസ്, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യമാണ് പറയുന്നത്, ഞാനിപ്പോൾ തന്നെ ഈ ഒരു കാര്യം അവെയർനെസ് എന്ന് പറയുന്ന കാര്യം വിട്ടുപോയി, പെട്ടെന്ന് ഞാൻ അതിലേക്ക് വരുന്ന ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യുന്നത്, മനസ്സിലാവുമോ? അവെയർനെസ്. അപ്പോൾ നിങ്ങളുടെ അവെയർനെസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലും നിങ്ങളൊരു മീഡിയേഷൻ ലെയർ,
നിങ്ങൾ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, അതിലെന്താണ് ഒരു മീഡിയേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ കംപ്ലീറ്റ് പ്രോസസ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെയർ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതിലെന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ്സിനുള്ളൊരു കാര്യമാണ് നമ്മളെ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഒബ്സർവ് ചെയ്യും. നമ്മൾ ചില കാര്യങ്ങൾ അയ്യോ അത് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ എപ്പോഴാണ് നമ്മുടെ അവയർനെസ് നമുക്ക് നഷ്ടമാവുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആകുമ്പോൾ നിങ്ങളെപ്പറ്റി തന്നെ മറന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ പോകുന്നത് അപ്പോഴാണ്. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എക്സ്ട്രീംലി ഗോൾ ഓറിയൻറ്റഡ് ആകുമ്പോൾ, എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ് ആകുമ്പോൾ, അപ്പോൾ ഈ സ്ഥലത്തിലേക്ക് അപ്പോഴാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ അവയർനെസ് നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ ആ അവയർനെസ് നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കുക, നമ്മളിങ്ങനെ ഒരു കാര്യം ഇതെല്ലാം ചെയ്യുകയാണെങ്കിലും അതിനപ്പുറം നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമുക്ക് നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ്സും, അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുന്നതുമാണ് നമ്മുടെ കോൺഷ്യസ്നെസ്. നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ്, ബോഡി ഇതിലെല്ലാം നമ്മൾ അവെയർ ആയിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാൻ മറക്കാറുണ്ട്, നിങ്ങൾ ഫുഡ് കഴിക്കാൻ മറക്കാറുണ്ട്, എല്ലാം ആകാം, ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകാതിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജോബിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡായി അവസാനം വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങളുടെ അവയർനെസ് നഷ്ടപ്പെട്ട് നിങ്ങൾ അതിലേക്കായി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കുക. അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഞാൻ പറഞ്ഞു വരുന്നത് അതൊരിക്കലും ഒരു റോബോട്ടിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവയർനെസ്, ആ ഒരു കോൺഷ്യസ്നെസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്താലേ നമുക്ക് ഈ റോബോട്ട്സുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യും. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ്, ഇപ്പോൾ ഏറ്റവും പ്രിമിറ്റീവ് സ്റ്റേറ്റിലാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിലൊരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു ഷോർട്സ് കണ്ട് അത് അടുത്തതിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ നമുക്ക് അതിങ്ങനെ കണ്ട് അവസാനം, അതായത് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അവരൊരു അൽഗോരിതം യൂസ് ചെയ്യുന്നു. ആ അൽഗോരിതം എപ്പോഴും എന്തിനാണ് ശ്രമിക്കുന്നത്? ഓരോ യൂസേഴ്സിനെയും അതിൽ തന്നെ അവരുടെ സ്ക്രീൻ ടൈം കൂട്ടി അതിൽ തന്നെ പിടിച്ചിരുത്തിയാണ് അവർ ബിസിനസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ, അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ അവയർനെസ് നമ്മൾ കൂട്ടുക, അതിൽ അഡിക്റ്റഡ് ആകാതിരിക്കുക. അത് ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആകട്ടെ, അല്ലെങ്കിൽ ഏത് ഫുഡാകട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ലഹരി പദാർത്ഥങ്ങളാകട്ടെ, എന്തായാലും നമ്മൾ അഡിക്ഷനിലേക്ക് പോയാൽ, അതിപ്പോൾ അതേ കാര്യം തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ കാര്യത്തിലും വരുന്നത്, അതേ കാര്യം തന്നെയാണ് ലഹരി പദാർത്ഥങ്ങളുടെ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മൾക്ക് നഷ്ടമാകുക, നമ്മുടെ അവയർനെസ് ഇല്ലാതാവുകയാണ്. ആ അവയർനെസ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നവും അത് തന്നെയാണ്. നമ്മുടെ സൊസൈറ്റി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, നമ്മുടെ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കംഫർട്ട് നമുക്കുണ്ട്. നമുക്ക് ഇലക്ട്രിക് കാർസ് ഉണ്ട്, നമുക്ക് റോക്കറ്റ്സ് ഉണ്ട്, നമ്മൾ റോക്കറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് സ്പേസിൽ പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, നമ്മളിപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് പോകുന്നു, പല കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഇന്നർ അവയർനെസ് അതിനനുസരിച്ച് കൂട്ടിയില്ലെങ്കിൽ ഇതിനെയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവസാനം ഈ മെഷീൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് പോകും. ഇപ്പം നമ്മൾ ഈ എയുടെ ഒരു വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ്. അപ്പോൾ അതിങ്ങനെ ഒരു 10 years കൊണ്ട് തന്നെ അത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ എവല്യൂഷൻ പോലെ ഭയങ്കര സ്ലോ അല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ഫാസ്റ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളൊരു 1,000,000 years കൊണ്ട് എവല്യൂഷനിൽ സംഭവിക്കുന്നത് എയിൽ ചിലപ്പോൾ ഒരു 10-20 years സംഭവിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റോബോട്ട്സിൽ നിന്ന് നമ്മളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് നമ്മുടെ അവയർനെസ്, നമ്മുടെ കോൺഷ്യസ്നെസ് ആണ്. അത് കൂട്ടാനുള്ള ടെക്നിക്കുകൾ, അത് എങ്ങനെ കൂട്ടാമെന്ന് നമ്മൾ പഠിച്ചില്ല എങ്കിൽ മെഷീൻസ് നമ്മളെ കൺട്രോൾ ചെയ്യും. അത് നമ്മൾ കൂട്ടി നമ്മൾ ഏറ്റവും കോൺഷ്യസ്നെസ് ഉള്ള ബീയിങ്സ് ആയിട്ട്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന ഹ്യൂമൻ ഡൂയിങ്സ് ആയിട്ട് മാറുകയാണ്. നമ്മൾ എങ്ങനെ നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് ആകാം, അതിന് നമ്മുടെ അവയർനെസ് കൂട്ടണം. അങ്ങനെ കൂട്ടിയാൽ നമുക്ക് മെഷീൻസിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.